രാജ്യത്തെ വോട്ടുകൊള്ളയുടെ സത്യമറിയാൻ ജനത്തെ ക്ഷണിച്ച് രാഹുൽ ഗാന്ധി വെബ്സൈറ്റ് തുറന്നിരിക്കുകയാണ്. കോൺഗ്രസ് കണ്ടെത്തിയ കൊള്ളയറിയാം, ഒപ്പം നിങ്ങൾ കണ്ടെത്തിയ ക്രമക്കേട് രേഖപ്പെടുത്താം. രാഹുൽ ഗാന്ധി .in/ആവാസ് ഭാരത് കി /വോട്ട് സത്യമറിയാൻ ഇങ്ങനെ ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ 300 MP-മാരുടെ മാർച്ചുണ്ട്. ഖാർഗെയുടെ അത്താഴ വിരുന്നുണ്ട്. അങ്ങനെ സഖ്യപരിപാടികൾ പുറത്തേക്ക് വരുമ്പോഴതാ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് വരുന്നു. രാഹുൽ വാർത്താസമ്മേളനത്തിൽ കാണിച്ച രേഖകൾ കമ്മീഷന്റേതല്ല എന്നാണ് ആദ്യവാദം. രണ്ടാമത് പറയുന്നത് ശകുൻ റാണി എന്ന 70-കാരി 2 തവണ വോട്ട് ചെയ്തു എന്നതിന് തെളിവില്ലെന്നാണ്. ശകുൻ റാണി 1 തവണയെ വോട്ട് ചെയ്തിട്ടുള്ളൂവത്രേ. പക്ഷേ ക്രോപ്പ് ചെയ്തും വലുതാക്കിയും പല മേൽവിലാസത്തിൽ കണ്ട ശകുൻ റാണിയുടെ രേഖയെക്കുറിച്ച് മറുപടിയില്ല. അതായത് ഇരട്ടിപ്പ് രേഖ കാണിച്ചിട്ട് കാര്യമില്ല, പലതവണ ഒരാൾ വോട്ട് ചെയ്തതിന് തെളിവ് രാഹുൽ ഗാന്ധി നൽകണം എന്നാണ്. കമ്മീഷനും പ്രതിപക്ഷവും നാടിനെ ഞെട്ടിച്ച രേഖകളിൽ കൊമ്പുകോർക്കുമ്പോൾ ബംഗളൂരുവിൽ നിന്നും കേൾക്കുന്നു ലോകം മുഴുവൻ ഇന്ത്യയുടെ പുതിയ മുഖം കണ്ടുവെന്ന്. തെറ്റിദ്ധരിക്കേണ്ട, ഓപ്പറേഷൻ സിന്ദൂറിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അഥവാ വോട്ടുകൊള്ളയിൽ മോദിക്ക് മൗനം. ജനാധിപത്യം പ്രതിസന്ധിയിലെന്ന ആശങ്കയിൽ ഇന്ത്യ ഒന്നിച്ചോ എന്നതാണ് ചോദ്യം.